ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇന്റഗ്രേഷൻ ഡേ 1 ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം എന്തെല്ലാം കാഴ്ചകൾ എന്നുള്ളതാണ്. നിഹാലും നിഹാരയും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് യാത്ര പോയി. തീവണ്ടിയിലായിരുന്നു യാത്ര. ഒത്തിരി കാഴ്ചകൾ കണ്ടു. അവർ കണ്ട കാഴ്ചകൾ എഴുതൂ എന്ന് ടീച്ചർ പറയൂ കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് നിറം നൽകാം, എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് നിഹാലും നിഹാരയും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന ചിത്രത്തിന് നിറം നൽകുക. എന്നിട്ട് നിഹാലും നിഹാരയും കണ്ട കാഴ്ചകൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾക്ക് അവിടെ കാണുന്നത്? ചിത്രത്തില് മലകൾ കാണുന്നുണ്ട്, പിന്നെ ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ കാണാം, ധാരാളം മരങ്ങൾ കാണാം അല്ലെ, പിന്നെ നെൽപ്പാടങ്ങൾ കാണാം, കൃഷി ചെയ്യുന്ന സ്ത്രീകളെ കാണാം, പന്തു കളിക്കുന്ന കുട്ടികളെ കാണാം, പിന്നെന്താ പാടത്തിലൂടെ മേയുന്ന പശുവിനെ കാണാം. ഇത്രയും കാഴ്ചകളാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ കാഴ്ചകൾ എഴുതാം? ഉയർന്ന മലനിരകൾ കാണാം, ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾ, ധാരാളം മരങ്ങൾ, പച്ച വിരിച്ച നെൽപ്പാടം, കൃഷി ചെയ്യുന്ന സ്ത്രീകൾ, പാടത്തിലൂടെ മേയുന്ന പശു, പന്തു കളിക്കുന്ന കുട്ടികൾ, ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. പ്രവർത്തനം 2, വാഹനങ്ങൾ പലതരം. കണ്ടെത്താം, തരം തിരിക്കാം. ഇവിടെ താഴെ കുറച്ച് വാഹനങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഓരോ വാഹനങ്ങളും തരം തിരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാഹനങ്ങൾ നമ്മൾ എങ്ങനെയാണ് തരം തിരിക്കുക? കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ഇങ്ങനെയാണ് അല്ലെ. താഴെ നമുക്കൊരു പട്ടിക കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്നില് വെള്ളത്തിലൂടെ എന്ന് തന്നിട്ടുണ്ട്, ഒന്നില് ഒരു വാഹനത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഹെലികോപ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തരം തിരിക്കാൻ എങ്ങനെയാ? ആദ്യത്തേതില് നമുക്ക് എന്ത് എഴുതാം? കരയിലൂടെ എന്ന് എഴുതാം. അവസാനത്തേതില് നമുക്ക് എന്ത് എഴുതാം? ആകാശത്തിലൂടെ എന്ന് എഴുതാം അല്ലെ. എന്നിട്ട് നമുക്ക് തരം തിരിക്കാം. അപ്പൊ കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങള് ഇതിലേതൊക്കെയാണ്? ബസ്, ലോറി, സ്കൂട്ടർ, തീവണ്ടി, ഓട്ടോറിക്ഷ, ഇത്രയാണ് അല്ലെ. ഇനി വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങള് ബോട്ട്, കപ്പൽ, വഞ്ചി, വഞ്ചി അല്ലെങ്കിൽ തോണി എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. അടുത്തത് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങള് നമുക്ക് ഹെലികോപ്റ്റർ അവിടെ തന്നിട്ടുണ്ട്. പിന്നെ വിമാനം അല്ലെ, വിമാനം എന്ന് എഴുതുക കേട്ടോ. പ്രവർത്തനം 3, തെയ്ത തിന്തക തെയ്താര. പാടാം, എഴുതാം. വരികൾ കൂട്ടിച്ചേർക്കാനുള്ളതാണ്. തെയ്ത തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര, ചുവന്ന നിറത്തിൽ തക്കാളി, ഉരുണ്ടിരിക്കും തക്കാളി. അപ്പൊ തക്കാളിയെ കുറിച്ചിട്ടൊരു 4 വരി നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചിത്രത്തില് ഏതൊക്കെ പച്ചക്കറികളാ തന്നിരിക്കുന്നത്? കുമ്പളങ്ങ ഉണ്ട്, പാവയ്ക്ക ഉണ്ട്, പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക, പച്ചമുളകുണ്ട്, പിന്നെ മത്തങ്ങ അല്ലെ. അപ്പൊ ഈ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് വരികൾ കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത് കേട്ടോ. തെയ്ത തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി 2 വരികൾ നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് ഒന്നുമില്ലെങ്കിൽ പാവയ്ക്കയെ കുറിച്ച് എഴുതാം. പാവയ്ക്കയെ കുറിച്ച് എഴുതുകയാണെങ്കിൽ എന്ത് എഴുതാം? പാവയ്ക്ക എന്ത് നിറത്തിലാ? പച്ച നിറത്തിലാണ് അല്ലെ. അപ്പൊ പച്ച നിറത്തിൽ പാവയ്ക്ക. അതിന്റെ ആകൃതി അനുസരിച്ച് എഴുതാം. എങ്ങനെ എഴുതാം? പച്ച നിറത്തിൽ പാവയ്ക്ക, നീണ്ടിരിക്കും പാവയ്ക്ക. അടുത്ത് നമുക്ക് പച്ചമുളകിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? തെയ്ത തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര, പച്ച നിറത്തിൽ പച്ചമുളക്, മെലിഞ്ഞിരിക്കും പച്ചമുളക്. മത്തങ്ങയെ കുറിച്ചാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? തെയ്ത തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര. മത്തങ്ങയുടെ നിറം എന്താ? മഞ്ഞയാണ് അല്ലെ. മഞ്ഞ നിറത്തിൽ മത്തങ്ങ. മത്തങ്ങ എങ്ങനെ കാണാൻ? നല്ല തടിച്ചുരുണ്ടിരിക്കും അല്ലെ. തടിച്ചിരിക്കും മത്തങ്ങ എന്ന് എഴുതാം കേട്ടോ. ഇതിൽ ഏതെങ്കിലും 2 പച്ചക്കറികളെ കുറിച്ചിട്ട് എഴുതിയാൽ മതി. പ്രവർത്തനം 4, വള്ളിയിലാര് ചെടിയിലാര്. തരം തിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിഹാലും നിഹാരയും മുത്തശ്ശിയുടെ വീട്ടിൽ പോയിരിക്കല്ലേ, അവരുടെ തോട്ടത്തിൽ ഉണ്ടായിരുന്ന പച്ചക്കറികളാണ് ഇതൊക്കെ കേട്ടോ. ഇതില് ചില പച്ചക്കറികള് വള്ളിയിൽ ഉണ്ടാവുന്നതുണ്ട്, ചിലത് എന്താണ് ചെടിയിൽ ഉണ്ടാവുന്നതുണ്ട് കേട്ടോ. അപ്പൊ ചെടിയിൽ ഉണ്ടാവുന്നതും വള്ളിയിൽ ഉണ്ടാവുന്നതും തരം തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ മുളകാണ്. മുളക് എന്ന് പറയുന്നത് ചെടിയിൽ ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ ചെടിയിൽ എന്നതിൽ എഴുതുക. അടുത്തത് കുമ്പളങ്ങ, അത് വള്ളിയിൽ ഉണ്ടാവുന്നതാണ്, വള്ളിയിൽ എന്ന് എഴുതുക. അത് തക്കാളി, തക്കാളി ചെടിയിൽ ഉണ്ടാകുന്നതാണ്. അടുത്തത് വഴുതന, അതും ചെടിയിൽ ഉണ്ടാകുന്നതാണ്. അടുത്തത് മത്തൻ, മത്തൻ വള്ളിയിൽ ഉണ്ടാകുന്നതാണ്. അടുത്തത് പാവയ്ക്ക, അതും വള്ളിയിൽ ഉണ്ടാകുന്നതാണ്. അടുത്തത് വെണ്ട, അത് ചെടിയിൽ ഉണ്ടാകുന്നതാണ്. അടുത്തത് വെള്ളരി, വെള്ളരി എന്ന് പറഞ്ഞാല് വള്ളിയിൽ ഉണ്ടാകുന്നതാണ് അല്ലെ. അങ്ങനെ തരം തിരിക്കുക കേട്ടോ. ഒരു ഇലക്കറിയുടെ പേര് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുരിങ്ങ ഇല എഴുതാം, ചേമ്പില എഴുതാം, ചീര, അത് ഏത് വേണമെങ്കിലും എഴുതാം.
പ്രവർത്തനം 5 ഹലോ ഹലോ പറഞ്ഞത് എന്തെല്ലാം. നിഹാലും നിഹാരയും മുത്തശ്ശിയുടെ വീട്ടിൽ പോയില്ലേ. അവിടെ ധാരാളം പച്ചക്കറികളെല്ലാം കണ്ടതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം പാർക്കിൽ പോയി. അവിടെ കുറെ നേരം കളിച്ചു. പിന്നെ ബോട്ടിങ്ങിന് പോയി. പിന്നെ മാജിക് ഷോ എല്ലാം കണ്ടു കേട്ടോ. വീട്ടില് തിരിച്ചു വന്നതിന് ശേഷം നിഹാലിന്റെ അമ്മയെ വിളിക്കുകയാണ് കേട്ടോ. അവർ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിഹാല് ഹലോ ഹലോ എന്ന് വിളിക്കുകയാണ് അല്ലെ. അപ്പൊ അമ്മ എന്തൊക്കെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഹലോ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടാവൂ അല്ലെ. അപ്പൊ നിഹാല് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? തോട്ടത്തിൽ പോയ കാര്യവും അതുപോലെ തന്നെ പാർക്കിൽ പോയ കാര്യവും അവിടെ ധാരാളം കളിച്ചു എന്നുള്ളതും ബോട്ടിങ്ങിന് പോയി എന്നുള്ളതും മാജിക് ഷോ കണ്ടു എന്നുള്ളതും ഒക്കെ എഴുതാം അല്ലെ. അപ്പൊ നിഹാൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അമ്മേ, ഇന്ന് ഞങ്ങൾ മുത്തശ്ശിക്കൊപ്പം തോട്ടത്തിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവൂ അല്ലെ. അങ്ങനെ എഴുതാം. അപ്പൊ അമ്മ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? പിന്നെ എവിടെയെല്ലാം പോയി എന്ന് ചോദിച്ചിട്ടുണ്ടാവാം. അപ്പൊ നിഹാൽ എന്താ പറയാ? എവിടെയെല്ലാം പോയി എന്നാ പറഞ്ഞത്? പാർക്കിൽ പോയി കളിച്ചു, ബോട്ടിങ്ങിന് പോയി, മാജിക് ഷോ കണ്ടു എന്നൊക്കെ എഴുതാം അല്ലെ. അപ്പൊ അമ്മ എന്താ പറയാ? അതെയോ, നന്നായി, മുത്തശ്ശനോടും മുത്തശ്ശിയോടും എന്റെ അന്വേഷണം പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ. അങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നിഹാല് ഹലോ ഹലോ എന്ന് പറയുമ്പോ അമ്മ ഹലോ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കും. അപ്പൊ നിഹാല് അമ്മേ, ഞങ്ങൾ ഇന്ന് മുത്തശ്ശിക്കൊപ്പം തോട്ടത്തിൽ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അമ്മ അവിടെ എത്ര തരം പച്ചക്കറികൾ കണ്ടു എന്ന് അമ്മ ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. പള്ളിയിൽ ഉണ്ടാകുന്ന പച്ചക്കറികളും ചെടിയിൽ ഉണ്ടാകുന്ന പച്ചക്കറികളും കണ്ടു അമ്മേ എന്ന് നിഹാല് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അമ്മ മിടുക്കൻ, മുത്തശ്ശനോടും മുത്തശ്ശിയോടും എന്റെ അന്വേഷണം പറയണേ എന്ന് പറഞ്ഞിട്ട് നിർത്താട്ടോ. ഇതുപോലെ എഴുതാം. നേരത്തെ പറഞ്ഞതുപോലെയും എഴുതാട്ടോ സംഭാഷണം.